മഴയെ ആശ്രയിച്ചാണ് കൃഷിയെങ്കിലും ഇടയ്ക്കിടെ ചെറിയ തോതിൽ 2 നേരം നനച്ചുകൊടുക്കും. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ സതീഷ് കുമാർ. അദ്ദേഹം കൃഷി വകുപ്പിലെ സ്റ്റാഫാണ്. ഇവിടെ ടെറസിൽ വാഴക്കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ബാരലിലാണ് ഈ വാഴ കൃഷി ചെയ്തിരിക്കുന്നത്. കാർഷികമേഖലയിൽ പുതിയൊരു ചുവടുവെപ്പാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഫ്ലാറ്റുകളുടെ മുകളിലും അതേപോലെ തന്നെ സ്ഥലം കുറവുള്ളവരുടെ ടെറസിൻ്റെ മുകളിലും നമുക്ക് വാഴക്കൃഷി ചെയ്യാൻ സാധിക്കും എന്ന് ഇദ്ദേഹം തെളിയിച്ചു. ഇതിൻ്റെ പുറകിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം എങ്ങനെ ഇത് ചെയ്തു എന്ന് അദ്ദേഹം നമ്മളോട് വിവരിച്ചു. സതീഷിന് എങ്ങനെയാണ് ഈ കന്നാസിൽ മണ്ണ് നിറച്ചത് ആദ്യം? സാറ് കോഴിക്കാരം, മണ്ണ്, മണൽ, ചാണകം എല്ലാം കൊണ്ട് 1:1 എന്ന അനുപാതത്തിലാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ മുകളിൽ കന്നാസ് അധികം ഇല്ല, മണ്ണാണ് അതിൻ്റെ മുകളിൽ കയറ്റിയതെല്ലാം കുഴച്ച് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്. ഒരു കന്നാസിലെ ഉദ്ദേശം എത്ര കിലോ മണ്ണ്? 20 കിലോ മണ്ണേ ഉള്ളൂ സാറേ. 20 കിലോ മണ്ണിൽ തന്നെ നമുക്കിപ്പോൾ 5-6 പടല കിട്ടിയെങ്കിൽ എന്തുണ്ട് സാർ നമുക്ക് 50 കിലോ ബാരൽ ചെയ്തുകൂടാ? മണ്ണ് മൊത്തം മിക്സ് ചെയ്തിട്ട് ഒരു കുട്ട ചാണകം, ഒരു കുട്ട മണ്ണ്, ഒരു കുട്ട മണൽ, ഒരു കുട്ട കോഴിക്കാരം. അപ്പോൾ ഇതിനാ ചെയ്തിട്ടാണ് ഇതിൽ മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ബാരലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് വളമിടുന്നത്? ആഴ്ചയിൽ ഓരോ പിടി കോഴിക്കാരം ആഡ് ചെയ്ത് കൊടുക്കും, ഇളക്കി കൊടുക്കും. ഇല്ല, വെറുതെ മുകളിലിട്ട് വെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് ഹോൾ ഇട്ടിട്ടുണ്ടോ? സാർ 1 ഇഞ്ച് വ്യാസമുള്ള 3 ഹോളുകൾ ഈ സൈഡിൽ, 1 ഇഞ്ച് വ്യാസമുള്ള 3 ഹോൾ ഇട്ടു. അത് അബ്സോർവ് ചെയ്ത് അങ്ങ് പോകും. മഴവെള്ളം വീണാലും പോവും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലയുടെയും വാഴയൊക്കെ വളർന്നപ്പോഴേ കാറ്റ് മറഞ്ഞു പോകും സാറേ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ തെങ്ങിന്റെ പട്ടിയിൽ അർപ്പിച്ച് ഈ ഇങ്ങനെ സ്റ്റേ കൊടുത്തത്. മറിഞ്ഞാലും ഒന്നിച്ച് മറിയണം, ആ ഒരു ബലത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു. എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിട്ട്. ഇത് ഉദ്ദേശം എത്ര പടല വരെ? 4, 5, 6 പടല വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട് സാറേ. ഇതിന് മുമ്പ് ഈ വാഴക്കൃഷി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഞാനത് പരീക്ഷണമായിട്ട് വേറെ രീതിയിൽ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് എനിക്കിങ്ങനെ 1-2 ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെയ്തപ്പം അത് വിജയിച്ച് കണ്ടുകൊണ്ട് എനിക്ക് ചോദിച്ചു എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തുകൂടാ? ഈ ഇതല്ലാതെ വേറെ ഏത് കൊല്ല ചെയ്യാൻ പറ്റും? നിയന്ത്രണം ചെയ്യാൻ സാധിക്കും? നിയന്ത്രണം ഒത്തിരി കാറ്റ് വീഴ്ച ഇല്ലാത്ത സ്വഭാവത്താണെങ്കിൽ നിയന്ത്രണം ചെയ്യാം. പിടിക്കാത്ത സ്ഥലത്ത് കാറ്റ് നമ്മൾ പൊക്കം ഒത്തിരി ഏറ്റവും ഈ ഗ്രാനൈറ്റിൻ്റെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പൊക്കം കുറവ് ഗ്രാനൈനാണ്. ഇന്ന് നമ്മൾ വിപണിയിൽ കിട്ടാൻ സാധിക്കുന്നതിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ വാഴ എന്ന് പറയുന്നത് ഗ്രാനൈനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രാനൈൻ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോൾ 5 പടലോളം കിട്ടിയിട്ടുണ്ടല്ലോ. 5 പടലോളം ഉണ്ട് സാർ. ഉണ്ടല്ലേ? അപ്പോൾ ഉദ്ദേശം ഇനി ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഈ അടുത്ത കൃഷിക്ക് ഇതേപോലെ വിപുലീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ 50 കിലോ ബാരലാണ് അടുത്ത ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഗ്രാനൈൻ തന്നെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഗ്രാനൈനും ഈ വെള്ളക്കപ്പയും 50 കിലോ ബാരലാണെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു പരീക്ഷാടിസ്ഥാനത്തിൽ ചെയ്തിട്ടാണോ? ഇല്ല, ചെയ്യാൻ പോവാം. നമുക്ക് ഈ ഒരു വാഴ ഉദ്ദേശം എന്ത് ചിലവ് വന്നാണ്? ഇപ്പം ഇതിൻ്റെ ബാരലിൻ്റെ വില 70 രൂപയായിരുന്നു. പക്ഷേ ഇത് ഒരു ക്രോപ്പിലല്ല, നമുക്കിത് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കാം. 3-4 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ 15 രൂപയാണ് വാഴക്കന്നിൻ്റെ വില. മണ്ണ് പിന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ചിലവ്. ഇത് വന്ന് കണ്ട് പലരും ഇത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ട്, ചെയ്യാനുള്ള താല്പര്യമുണ്ട്. എന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുവൈറ്റ്, സൗദി, അമേരിക്കയിൽ നിന്ന് പോലും ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കൃഷി രീതിയെക്കുറിച്ചും. അവർക്ക് അത് ചെയ്തു കൊടുക്കാനുള്ള അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. നമുക്ക് ഇത് പല വെറൈറ്റി ചെയ്യാം. പക്ഷേ പല സമയത്ത് നമുക്ക് കൊല കിട്ടാവുന്ന രീതിയിൽ അത് സാറേ ഇപ്പം ഞാനിപ്പോൾ ഇത് രീതി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാനും ഇത് ചെയ്യിക്കാനും വേണ്ടിയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഓരോ വീട്ടിലെ ആവശ്യമാണെങ്കിൽ ഓരോ മാസാനുസരിച്ച് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഓരോ കൊലകൾ വയ്ക്കാം. ഓരോ വാഴകളും വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും വെറൈറ്റി കൊലകൾ നമുക്ക്. ഇത് വാഴ വെച്ചു, ഇനി അടുത്ത നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ഇതേപോലെ ചെയ്യാൻ പറ്റുമോ? കാര്യം പപ്പയോ മുരിങ്ങയോ? ഇതിനെക്കാട്ടി ലാഭകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളെ ഇതില്ലേ പപ്പായ, റെഡ് ലേഡി സാർ, 6 മാസം കൊണ്ട് വിളവെടുത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നൊരു വിളവാണ് പപ്പായ, റെഡ് ലേഡി. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആദായമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റെഡ് ലേഡി ചെയ്യാം. ഇപ്പൊ വേറെ എന്തെങ്കിലും വാഴ ഇല്ലാതെ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ റെഡ് ലേഡി ചെയ്യാൻ പോകുന്നു. റെഡ് ലേഡി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ ബാരൽ ഇപ്പോൾ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചു. ഈ 25 കിലോ ബാരലിൽ 20 കിലോ മണ്ണേ ഉള്ളൂ.
ഇപ്പം ഇത്രയും ചെയ്യാൻ പറ്റി എങ്കിൽ 50 കിലോ ബാരലിൽ എന്തുകൊണ്ട് നമുക്ക് നല്ല കാര്യമായിട്ട് ചെയ്തുകൂടാ? ഇതിന്റെ ഇരട്ടി ബാരൽ എന്ന് പറയുമ്പോൾ നമ്മൾ നിറയ്ക്കാനും അതിനുവേണ്ടി ഒത്തിരി സമയവും ആ സമയം എന്താ സാറേ? ഈ 25 കിലോ മണ്ണിന്റെ കൂടെ 2 മമ്മട്ടി മണ്ണൂടെ ഇട്ടാ പോരെ? ടെറസിന്റെ മുകളിലായതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിലെ ഡ്രിപ്പ് കൊടുത്തിട്ട് അതിൽ ഫെർട്ടിഗേഷനും അല്ലെങ്കിൽ ജൈവ രീതിയിൽ വളം കൊടുക്കുന്ന സംവിധാനം ചെയ്താൽ നമുക്ക് കൂടുതൽ വിളവ് കിട്ടുകയും അത് നമ്മുടെ പ്രയത്നം കുറയുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ എന്താണുള്ളത്? ടെറസിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്യാതിരിക്കുകയാണ് ഇത്തിരി നമ്മൾ താമസിക്കുന്ന വീടല്ലേ, ആ ടെറസിൽ അങ്ങനെ ഒരു സംവിധാനം വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാസവളം ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ജൈവ രീതിയിൽ തന്നെ ജൈവ രീതിയിൽ വളം കൊടുക്കാൻ സംവിധാനം, ജൈവ രീതിയിലും വളം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ടൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ കൂടും തുറന്ന് നനച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാം. ഫ്ലാറ്റുകളിൽ കൂടുതൽ ഏരിയ ഉള്ളടുത്ത് വേണമെങ്കിൽ അത് സംവിധാനം. സതീഷിന്റെ കാർഷിക ലോകം വിചിത്രം തന്നെ എന്ന് പറയാതിരിക്കാനാവില്ല. ബാരലിലും ഗ്രോ ബാഗിലുമായി വീട്ടുപരിസരത്താകമാനം മുളക്, വെണ്ട, വഴുതന, കത്തിരി, പയർ, ചീര, സലാഡ് വിളരി, ഇങ്ങനെ പോകുന്നു കൃഷി. അക്വാഫോണിക്സ് കൃഷിരീതിയും ഉള്ളയിടത്തൊരുക്കിയിരിക്കുന്നു. കോഴി വളർത്തൽ രംഗത്തും സതീഷ് വിജയം വരിക്കുകയാണ്. ഇറച്ചിക്കോഴികൾ ഉണ്ടായിരുന്നത് വിറ്റു തീർന്നു. 30ഓളം നാടൻ മുട്ടക്കോഴികൾ വീട്ടുപറമ്പിന് ചാരുതയേറ്റുന്നു. പൂങ്കോഴി തൻ പുഷ്കല കണ്ഠനാദം കേട്ടുണരണമെങ്കിൽ ഒരു ദിവസം സതീഷിന്റെ അതിഥിയാവുക തന്നെ വേണം. അലങ്കാര മത്സ്യവും ഇവിടെ ടാങ്കുകളിൽ വളരുന്നു. വളർത്തു പക്ഷികളുടെ നല്ലൊരു ശേഖരവും സതീഷ് സ്വന്തമാക്കിയിരിക്കുന്നു. സതീഷ് കുമാറിന്റെ അത്ഭുത ലോകത്തിൽ ഭാര്യയും ഒരു മകളുമാണുള്ളത്. വിശാലമായ പറമ്പില്ല, എന്നാൽ എല്ലാം വേണം താനും. ടെറസിലല്ലാതെ പിന്നെ എവിടെ വാഴ കൃഷി ചെയ്യും? ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കും ഈ ബാരൽ വാഴകൃഷി സാധ്യമാണെന്ന് സതീഷ് കുമാർ പറയുമ്പോൾ അത്ഭുതമൊന്നും തോന്നാനില്ല. ഊണ് കഴിക്കാനോ പൂജ ആവശ്യത്തിനോ ഒരു നാവില്ല. ഇലയപ്പമുണ്ടാക്കാൻ 2 കീറില്ല. ഫ്ളാറ്റിൽ നിന്നും താഴെ ഇറങ്ങണോ? ഹരിതാഭമങ്ങുന്ന ഭൂതലത്തിൽ നാളത്തെ ഫ്ളാറ്റുകൾ ഉയരുമ്പോൾ സൺഷെയ്ഡുകൾ സതീഷിന്റെ ബാരൽ വാഴകളെ സജ്ജമാക്കാൻ പാകത്തിൽ പണിയുകയില്ല എന്ന് ആര് കണ്ടു? കൂടുതൽ വിവരങ്ങൾക്ക് സതീഷ് കുമാർ സി, മേരി കോട്ടേജ്, ഓൾ സെയിൻസ് കോളേജ്, ബാലനഗർ, കൊച്ചുവേളി, തിരുവനന്തപുരം. ഫോൺ 9495243697.